ഹലോ, അസ്സലാമലൈക്കും. നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കായ്പോളയാണ് കേട്ടോ. കായ്പോളയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചൂടായി വന്നതിന് ശേഷം ഞാൻ അണ്ടിപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അണ്ടിപ്പരിപ്പ് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കോരിയെടുക്കണം. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പൊക്കെ നെയ്യിൽ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. അത് കോരി ഇതിന് ശേഷം ഉണക്കമുന്തിരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും അതിൽ നിന്ന് നമ്മൾ മൂപ്പിച്ച് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളത് 3 നീന്ത്രപ്പഴമാണ് കേട്ടോ. അത് നടുവെ കീറി കൊടുത്തിട്ട് 1 ഇഞ്ച് കനത്തിൽ നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചട്ടിയിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഈ നെയ്യിൽ നമുക്ക് പഴം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇളക്കിയ നെയ്യും പഴമൊക്കെ ഒന്ന് യോജിപ്പിച്ച് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോഴേക്കും ഞാനിതൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാരയും ഏലക്കായും കൂടെ പൊടിച്ച് വെച്ചതാണ് ഞാനൊരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് 1 ടീസ്പൂണും കൂടെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒന്നിച്ചൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുത്ത് വരാം. അപ്പോൾ അതൊക്കെ ഇളക്കി യോജിപ്പിച്ച് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അതിലേക്ക് ആവശ്യമായ പഴം നമ്മൾ നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതിലേക്ക്. അപ്പോൾ ഞാൻ ആ പഴം ഈ മുട്ടയ്ക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് നന്നായിട്ട് ഈ പഴം മുങ്ങുന്ന രീതിയിൽ ഈ മുട്ട മേലെ നിൽക്കണം കേട്ടോ. മുട്ടയും പഞ്ചസാരയും പഴമൊക്കെ പാടതുണ്ടോ നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇളക്കി യോജിപ്പിച്ച് റെഡിയായി കിട്ടിയത് നമ്മളെ ചട്ടി ചൂടായി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മളിത് വേവിച്ചെടുക്കണം കേട്ടോ. ഇത് ആവിക്കും ഇത് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ മൂപ്പിച്ച് കോരി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ നമ്മൾ അതിൻ്റെ മേലെ ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്നോരോന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഏറ്റവും ചെറിയ തീയിൽ വേണം നമ്മളിത് വെക്കാൻ കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ അടി കരിഞ്ഞു പോകും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ കണ്ടോ, ഉണക്ക മുന്തിരിയൊക്കെ വറുത്ത് കോരിയത് അതിൻ്റെ മേലെ ഓരോന്നോരോന്ന് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ തീ തന്നെ എപ്പോഴും വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഉണക്കമുന്തിരിയൊക്കെ അതിൻ്റെ മേലെ വിതറി കഴിഞ്ഞതിന് ശേഷം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. ഇതൊരു 20-30 മിനിറ്റ് വേണ്ടി വരും കേട്ടോ, ചെറിയ തീയിൽ ഇങ്ങനെ റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ഇതുണ്ടോ, നല്ല ഇതിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പ്ലേറ്റിലേക്ക് ഇത് മറിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു കോർക്ക് വെച്ചിട്ട് നമ്മൾ താത്തി നോക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പല കഷ്ണമായിട്ട് നമുക്ക് വെട്ടി എടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടും. സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് 4 മണിക്ക് കുട്ടികൾക്കൊക്കെ ചായക്ക് കടിയായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതുണ്ടോ, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ചെറിയ തീയിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മളിത് വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട എപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബും ചെയ്ത് കാണണേ. അപ്പോൾ കായ്പോള റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ കായ്പോള. അപ്പോൾ ഇത് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ആവിയിൽ വേണമെങ്കിലും വേവിച്ചെടുക്കുക, ഇങ്ങനെ ചെറിയ തീയിൽ വേണമെങ്കിലും വേവിച്ചെടുക്കുക. ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.